പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവകരുണയുടെ ഭക്തി രൂപങ്ങളിലെ ഛായാചിത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഒരു ക്ലാസ് കണ്ടത്. ഛായാചിത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ വളരെ റിലേഷനുള്ള ഒന്നാണ് കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. ദൈവകരുണയുടെ ഭക്തി രൂപങ്ങളിൽ ഒരുപക്ഷെ മർമ്മപ്രധാനമായ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നതും ഒരുപക്ഷെ ഈ കരുണയുടെ തിരുനാളാണ്. മറ്റൊന്നും അപ്രസക്തമാണ് അല്ലെങ്കിൽ അപ്രധാനമാണെന്നല്ല അതിൻ്റെ അർത്ഥം. എങ്കിലും ഈ 7 ഭക്തി രൂപങ്ങളിലും വെച്ച് എല്ലാം നോക്കിയാലും ഈ ഡയറി കുറിപ്പുകളിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മർമ്മപ്രധാനമായി വരുന്ന ഒന്നാണ് ഈ കരുണയുടെ ദൈവകരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ ഫൗസ്റ്റിനായുടെ കർത്താവ് സംസാരിക്കുന്ന ആ സംഭാഷണങ്ങളും ആവശ്യങ്ങളും എല്ലാം നോക്കുമ്പോൾ വലിയൊരു വിപ്ലവകരമായ ഒന്നായിരുന്നത്. ഞാൻ പലപ്പോഴും അതിശയിക്കാറുള്ള ഒരു കാര്യം, ഈ ഫൗസ്റ്റിന എന്ന് പറയുന്ന ഫൗസ്റ്റിനായെ പോലെയുള്ള ഒരു പാവപ്പെട്ട ഒരു വിദ്യയല്ലാത്ത ഒരു എന്നാ പറയുക സാധാരണ ഒരു കന്യാസ്ത്രീ, ആ കന്യാസ്ത്രീയെ കൊണ്ട് ഇത്രമാത്രം വലിയൊരു ദൈവശാസ്ത്രം ഒളിഞ്ഞു കിടക്കുന്ന ദൈവകരുണയുടെ തിരുനാൾ ഒക്കെ ഈ ലോകത്തേക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ കർത്താവ് ഉപയോഗിച്ചു എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതകരമായ കാര്യം തന്നെയായിട്ട് തോന്നാറുണ്ട്. പിന്നെ നമുക്ക് കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഈ കരുണയുടെ ചിത്രമാണെങ്കിലും കരുണയുടെ തിരുനാൾ ദിനത്തിൽ ആണ് അത് വണങ്ങപ്പെടേണ്ടത്. ആ ദിനത്തിൽ അത് പ്രത്യേകമായിട്ട് വണങ്ങപ്പെടണം. അന്നത്തെ ദിവസം ഈ കരുണയുടെ ചിത്രം എല്ലാവരും കാണുക, പുറത്തു വയ്ക്കണം എന്നൊക്കെ കർത്താവ് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം കരുണയുടെ തിരുനാൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു കാര്യമായിട്ട് തോന്നുന്നത്. അപ്പൊ അതുപോലെ തന്നെ കരുണയുടെ ചിത്രം ആശീർവദിക്കപ്പെടണമെന്ന് പറയുന്നത് ഈ കരുണയുടെ തിരുനാൾ ദിവസമാണ്. ഡയറിയിൽ 341 കർത്താവ് പറയാണ്, ഈ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഒരു വലിയ പരിഭവത്തോടെ കർത്താവ് പറയുന്ന ഒരു പക്ഷേ ഒരു ഭാവമാണത്. എന്നിട്ട് പറയാണ്, ഇല്ല, പലപ്പോഴും എന്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും ഇതേപ്പറ്റി അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദികർക്കും മെത്രാന്മാർക്കും അതേ പ്രഘോഷകർക്കും ഒക്കെ അവർക്ക് പോലും അറിഞ്ഞുകൂടാ. എന്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും കരുണയുടെ തിരുനാളിനെ പറ്റി ഒന്നും അറിയില്ല. പിന്നെ പറയാം, അതുകൊണ്ടാണ് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം ആഘോഷമായി വെഞ്ചിരിക്കണമെന്നും പരസ്യമായി വണക്കത്തിന് വയ്ക്കണമെന്നും ഞാൻ ആവശ്യപ്പെടുന്നത്. എല്ലാവരും ഇതേക്കുറിച്ച് അറിയണം. അപ്പം എന്തുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കണം എന്നതിന് ഒരു വിശദീകരണം കൂടിയാണ് നമ്മുടെ കർത്താവ് ഈ ഫൗസ്റ്റിനയോട് പറയുന്നത്. എന്തുകൊണ്ട്? കാരണം എൻ്റെ കരുണയെക്കുറിച്ച് ഈ തിരുനാളിനെ കുറിച്ച് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ദിവസം വേണം. അപ്പൊ അന്ന് വരെ കരുണയുടെ തിരുനാൾ ഇല്ലെന്ന് ഓർക്കുക. ദൈവകരുണയുടെ തിരുനാൾ എന്ന് തൊട്ടാണ് ആഘോഷിക്കാനായിട്ട് ആരംഭിച്ചത്? 1931 അല്ലെങ്കിൽ ഫൗസ്റ്റിനായോട് പറഞ്ഞ ആ കാലഘട്ടത്തിലൊന്നും സഭ ഔദ്യോഗികമായിട്ട് അത് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടില്ല എന്ന് പറയണം. ആഘോഷിക്കാൻ ആരംഭിച്ചത് 2000 ആണ്ട് മുതലാണ്. 2000 ആണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ ഫൗസ്റ്റിനായ വിശുദ്ധ എന്ന് നാമകരണം ചെയ്ത് അതിനുശേഷമാണ് ദൈവകരുണയുടെ ഞായറാഴ്ചയായി ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം അത് സഭയുടെ ആരാധനാക്രമ മത്സരത്തിലെ കലണ്ടറിൽ തന്നെ സ്ഥാനം പിടിച്ച ഒരു തിരുനാളായി മാറി ഈ ദൈവകരുണയുടെ തിരുനാൾ. അപ്പം ഏതാണ്ട് ഒരു 70 കൊല്ലം എടുത്തു കർത്താവ് ഫൗസ്റ്റിനായിക്ക് ഇത് വെളിപ്പെടുത്തി ഈ ആവശ്യം ഉന്നയിച്ച ശേഷം. ഏതാണ്ട് 70 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് സഭയുടെ ഔദ്യോഗികമായിട്ട് ഒരു ലെവലില് ഔദ്യോഗികമായിട്ട് ഇത് തിരുനാളായിട്ട് അംഗീകരിക്കപ്പെടുന്നത് തന്നെ. അപ്പൊ അതിനു മുമ്പ് ചെറിയ തോതിലും ലോക്കലൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലും കരുണയുടെ തിരുനാളൊക്കെ ആഘോഷിച്ച് വന്നിരുന്നു 2000 മുമ്പ് തന്നെ. എങ്കിലും ഔദ്യോഗികമായിട്ട് സഭയുടെ തിരുനാളായിട്ട് കരുണയുടെ തിരുനാൾ മാറിയത് ഈ 2000 ശേഷമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ്. അപ്പം കർത്താവിന്റെ ഈ ഒരു വലിയൊരു ഒരു വേദന പോലെ കർത്താവ് വിശുദ്ധ ഫൗസ്റ്റിനായോട് പങ്കുവയ്ക്കുന്നത് ഈ തിരുനാളിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല. പലപ്പോഴും എന്റെ കരുണയെപ്പറ്റി പ്രഘോഷിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഞായറാഴ്ച ഉയർപ്പ് ഞായർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഈ ചിത്രം വണങ്ങപ്പെടണമെന്നും ആഘോഷമായി വെഞ്ചിരിക്കണമെന്നും
എന്നൊക്കെ ഞാൻ ആവശ്യപ്പെട്ടത്. അതായത് കരുണയുടെ തിരുനാൾ ദിവസം ഈ ചിത്രം വാങ്ങപ്പെടണം എന്ന് കർത്താവ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പം കരുണയുടെ തിരുനാളിന്റെ ആവശ്യകത തന്നെ ആർക്കും എല്ലാവർക്കും ഇതറിയില്ല, അറിയേണ്ടവർക്ക് പോലും അറിയില്ല. കരുണയുടെ തിരുനാൾ എന്തെന്നോ എന്താണ് അതിന്റെ ഒന്നും അറിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു തിരുനാൾ ആഘോഷിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഈ ഡയറി കുറിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനേക തവണ കർത്താവ് ആവശ്യപ്പെടുകയാണ് ഈ ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഡിസയർ, ഐ വാണ്ട് എന്നൊക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കർത്താവ് കർശനമായിട്ട് ആവർത്തിച്ച് പറയുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് ഈ കരുണയുടെ തിരുനാൾ എന്നത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ദിവസമാകണം എന്നുള്ള ഈ ആവശ്യം. അത് അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു കരുണയെ അനുഭവിക്കാൻ ആയിട്ട് നമുക്ക് കാരണത്തെക്കുറിച്ച് കർത്താവ് തന്നെ ഡയറിയിൽ 848 പറയുന്നുണ്ട്. ഈ ഒരു കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരു എമർജൻസിയെ കുറിച്ചാണ് 848 നമ്മൾ വായിക്കുന്നത്. എന്റെ മകളെ, ഈ വാക്കുകൾ എഴുതുക. സർവ്വലോകത്തോടും എന്റെ കരുണയെപ്പറ്റി പറയുക. മാനവകുലം മുഴുവനും എന്റെ അളവറ്റ കരുണയെ അറിയാൻ ഇടയാകട്ടെ. അപ്പം ഇതാണ് എമർജൻസി. മാനവകുലം മുഴുവനും എന്റെ കരുണയെപ്പറ്റി അറിയണം. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഇത് യുഗാന്തത്തിന്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയമാഗതമാകും. കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എന്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ. അവിടെ നിന്ന് അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന തിരുരക്തത്തിൽ നിന്നും തിരുജലത്തിൽ നിന്നും അവർ ഫലമെടുക്കട്ടെ. അപ്പൊ ഈ ഒരു കാര്യത്തെ വെച്ചുകൊണ്ടാണ് കരുണയുടെ തിരുനാൾ എല്ലാവരും ആഘോഷിക്കണമെന്നൊക്കെ കർത്താവ് പറയുന്നത്. സോ അത് ഇറ്റ് ഇസ് എ സൈൻ ഓഫ് എൻഡ് ടൈംസ് എന്നാണ് കർത്താവ് പറയുന്നത്. ആഫ്റ്റർ ഇറ്റ് വിൽ കം ദ ഡേ ഓഫ് ജസ്റ്റിസ്. സർവ്വലോകത്തോട് പറയും, മാനവകുലം മുഴുവനും എന്റെ കരുണയെ അറിയണം. ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമാണ്. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. ഇവിടെ കരുണയും നീതിയും തമ്മിലുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. കരുണ, നീതിയുടെ സമയം വരും. എന്താണ് ഈ നീതിയുടെ സമയം എന്ന് പറയുന്നത്? കർത്താവിന്റെ ന്യായപൂർണമായ നീതിപൂർണമായ ഒരു വിധിയും നമുക്കുണ്ടെന്നുള്ള ഓർക്കണം. കർത്താവ് കാരുണ്യവാനാണ്, അതുപോലെ തന്നെ ഓർക്കേണ്ട കാര്യം കർത്താവ് നീതിമാനുമാണ്. അത് ദൈവം കാരുണ്യവാനാണ് എന്ന് കരുതി അവിടുത്തെ നീതിയെ അതിലംഘിക്കുന്നില്ല. നീതിയെ മാറ്റിവെച്ചിട്ടല്ല കർത്താവിന്റെ കരുണ. അതേപോലെ തന്നെ കർത്താവിന്റെ നീതി എന്ന് പറയുന്നത് കരുണയെ അതിനെ ഓവർകം ചെയ്ത് പോകുന്നുമല്ല. രണ്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പം കർത്താവിന്റെ കരുണയെ അനുഭവിക്കുന്നവർക്ക് നീതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരില്ല, അല്ലെങ്കിൽ ആ നീതിയുടെ മുമ്പിൽ അവർക്ക് ന്യായീകരണം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് അതിനുശേഷം നീതി കടന്നു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണം അല്ലെങ്കിൽ ലോകാന്ത്യം, ഇതൊക്കെ അത് കർത്താവിന്റെ നീതിയുടെ ഒരു കാലഘട്ടമാണ്. അത് അവിടെ നീതിപൂർവമാണ്. ഈ ലോകത്തിൽ വെച്ച് മനുഷ്യൻ നേടിയെടുത്തതും മനുഷ്യൻ സമ്പാദിച്ചതും ചെയ്തു കൂട്ടിയതുമായ കാര്യങ്ങളെ ആസ്പദമാക്കിയാണ് മരണത്തിനു ശേഷമുള്ള വിധി എന്ന് പറയുന്നത്. അവിടെ ദൈവം നീതിമാനായിട്ടേ പ്രവർത്തിക്കുന്നു. അവിടെ കൈക്കൂലിയൊന്നുമില്ല, അവിടെ കാരുണ്യമൊന്നുമില്ല, അവിടെ നീതിയാണ്. ഓരോരുത്തരും ഈ ഭൂമിയിൽ ലഭിച്ച ആ ദൈവത്തിന്റെ കരുണയെ എത്രത്തോളം അവരത് നേടിയെടുത്തു, അവരനുഭവിച്ചു, ആ കരുണയോട് എത്രത്തോളം സഹകരിച്ചു, ഇതിനെ ആസ്പദമാക്കിയുള്ള ഒരു നീതിപൂർവമായ ഒന്നാണ്. ചിലർ ചോദിക്കും ഈ കാരുണ്യവാനായ ദൈവം, അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരിക്കലും ശിക്ഷിക്കുകയല്ല. ദൈവം ശിക്ഷിക്കുകയല്ല, എങ്കിലും ശിക്ഷയുണ്ട്. നമ്മൾ ഇവിടെ വെച്ച് ദൈവത്തെ നിരാകരിക്കുകയോ ദൈവത്തെ തള്ളിക്കളയുകയോ ചെയ്തതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരു ശിക്ഷയുടെ അനുഭവം ഉണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് നീതി. നീതിയിലൂടെ നീതിപൂർവമായ നീതിമാനായ ദൈവത്തിന് മുമ്പിൽ കടക്കുന്നു. ശുദ്ധിയുടെ സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ അത് ദൈവത്തിന്റെ നീതിയുടെ സ്ഥലമാണ്. ദൈവത്തിന്റെ ദൈവിക നീതി നിറവേറപ്പെടുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അനുഭവമാണ് ഈ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ച വഴികളിൽ ഇനിയും തീർക്കേണ്ടതായ ചില കണക്കുകളുണ്ട്. ആ കണക്കുകൾ തീർക്കാൻ വേണ്ടി എൻ്റെ ആത്മാവിൽ വന്ന കറകളെ നീക്കാൻ വേണ്ടിയുള്ള അവസരമാണ് ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ അവിടെ അത് ദൈവത്തിന്റെ നീതിയാണ്. നരകം ദൈവത്തിന്റെ നീതിയാണ്. ദൈവത്തെ പൂർണ്ണമായിട്ടും ഈ ഭൂമിയിൽ വെച്ച് തള്ളിക്കളഞ്ഞവർക്ക് ദൈവത്തിന്റെ നീതിയിൽ നിന്നും ലഭിക്കുന്നതാണ്
നരകം. അല്ല, ദൈവം നരകത്തിലേക്ക് വിട്ടുവെന്നല്ല പറയേണ്ടത്. ദൈവം അങ്ങനെ നരകത്തിൽ പോകണമെന്ന് ആരും പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുമില്ല. ദൈവം ആരും നരകത്തിലേക്ക് തള്ളിക്കളയുന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഞാൻ ദൈവത്തെ തള്ളിക്കളഞ്ഞെങ്കിൽ ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞ എൻ്റെ പ്രവൃത്തിയുടെ നീതിപൂർവമായ ന്യായമായ ഒരു ഫലമാണ് അവിടെ ലഭിക്കുന്നത്, നീതി. അതിനിപ്പം ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അവിടെ ദൈവം നീതിമാനായിട്ട് നീതിപൂർവ്വം പ്രവർത്തിക്കുള്ളൂ. അപ്പം ദൈവം ഒരിക്കലും ആരോടും അനീതിയും പ്രവർത്തിക്കുന്നതല്ല. അപ്പം എത്രത്തോളം ഈ ഭൂമിയിൽ അകൃത്യം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് അനുദപിച്ച് ദൈവത്തിങ്കിലേക്ക് ചെന്നാലോ ദൈവം എല്ലാ അപരാധങ്ങളും സമസ്ത അപരാധങ്ങളും മറന്ന് അവിടുന്ന് കരുണയൊഴുക്കുന്നു. ഈ കരുണയിൽ ഇവൻ അനുദപിച്ചില്ലായിരുന്നെങ്കിൽ ലഭിച്ചേക്കാവുന്ന ആ ശിക്ഷയും ആ നീതി, ദൈവത്തിന്റെ നീതിയൊക്കെ അവിടെ തുടച്ചു മാറ്റപ്പെടുകയാണ്. ദൈവത്തിന്റെ കാരുണ്യം അവിടെ കുവിഞ്ഞു പോവുകയാണ്. ഇവിടെ നമ്മൾ നന്നായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ കരുണയും നീതിയുണ്ട്, കരുണയുണ്ട്. കാരണം നമുക്കറിയാലോ, ദൈവത്തിന്റെ സവിശേഷ ഗുണങ്ങളിൽ ഒന്നാണ് ദൈവത്തിന്റെ കരുണ. സവിശേഷ ഗുണങ്ങളിൽ മറ്റൊന്നാണ് ദൈവത്തിന്റെ നീതി. ദൈവം നീതിമാനാണ്, ദൈവം കാരുണ്യവാനാണ്, ദൈവം പരിശുദ്ധനാണ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സവിശേഷ ഗുണങ്ങൾ എന്ന് പറയുന്നതാണ്. ഈ 3 ഗുണങ്ങൾക്ക് ഒരിക്കലും മാറ്റം വരികയില്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റം വരില്ല. ദൈവം അനീതി പ്രവർത്തിക്കാതെ നീതിയെ പ്രവർത്തിക്കും. ബൈബിൾ പറയുന്നതല്ലേ, ഓരോരുത്തർക്കും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്നവനാണ് ദൈവം. അപ്പം പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ദൈവം ആ നീതിമാന്റെ പ്രതിഫലം കൊടുക്കും. ഭാവിക്ക് ഭാവിയുടെ പ്രതിഫലം അത് അവന് അവകാശപ്പെട്ടതാണ്, അത് ലഭിക്കുന്നു. അപ്പം ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്ന് പറയുക. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു ചുറ്റുപാടിലാണ് കർത്താവ് കരുണയുടെ തിരുനാൾ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം കർത്താവിന്റെ കരുണയെ മാനവകുലം മുഴുവനും എന്റെ അളവറ്റ കരുണയെ അറിയാനിടയാകണം. ഇത് യുഗാന്ത്യത്തിന്റെ അടയാളമായിരിക്കും. അതിനുശേഷം നീതിയുടെ സമയം ആഗതമാകും. കരുണയുടെ ഈ സമയത്ത് എല്ലാവരും എന്റെ കരുണയുടെ ഉറവയിൽ അഭയം തേടട്ടെ. അവിടുന്ന് അവർക്ക് വേണ്ടി ഒഴുകിയെത്തുന്ന തിരുച്ചോരയിൽ നിന്നും ജലത്തിൽ നിന്നും അവർ ഫലമെടുക്കട്ടെ. അപ്പം ആ കരുണയുടെ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെയുള്ള ആ 2 രശ്മികൾ അത് സൂചിപ്പിക്കുന്ന തിരുരക്തവും തിരുജലവും അതിൽ നിന്നെല്ലാം അതിലൂടെ ഒഴുകിയെത്തുന്ന കരുണ എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് കർത്താവ് തന്നെ നമുക്ക് പറയുകയാണ്. അതുപോലെ തന്നെ ദൈവകരുണയുടെ തിരുനാളിന്റെ ഒരു എമർജൻസി ആവശ്യകത ഇനിയും നമ്മൾ കാണുന്നത് ഡയറിയില് 965 ഈശോ പറയുകയാണ്, ഞാൻ കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നുവെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? അതായത് കർത്താവിന്റെ പീഡാസഹനങ്ങൾ, ആ പീഡാസഹനങ്ങൾ ഇന്നും അനുഭവിക്കുന്നെങ്കിലും അനേകം ആത്മാക്കൾ ഇന്നും നശിച്ചു പോകുന്നു. ചെന്ന് പറയാം, ആരും നശിച്ചു പോയല്ല, നരകമില്ല, അല്ലെങ്കിൽ നരകം എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവം കാരുണ്യവാനല്ല. അത് കത്തോലിക്ക വിശ്വാസത്തിന് എതിരാണ്. പ്രൊട്ടസ്റ്റന്റ് സഭയ്ക്ക് പ്രൊട്ടസ്റ്റന്റ് സഭയുടെ ചിന്തയുമാണ്. അതാണ് വിശ്വസിക്കുന്നത്. നരകം ഇല്ല, ശുദ്ധീകരണ സ്ഥലമില്ല, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതൊന്നുമല്ല. ദൈവത്തിന്റെ നീതിയുടെ 2 മേഖലകളാണ്, 2 അനുഭവങ്ങളാണ് ശുദ്ധീകരണ സ്ഥലവും നരകവും എന്ന് പറയുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് ആ നീതിക്ക് വിധേയമായ വ്യക്തികൾ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. നരകം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ടുള്ള ആ നീതി, ശിക്ഷയുടെ നീതി അല്ലെങ്കിൽ നിത്യനാശത്തിന്റെ നീതി പൂർവമായ സ്വീകരണമാണ് നരകത്തിൽ നടക്കുന്നത്. ഓക്കെ, കർത്താവ് പറഞ്ഞതാണ്, കൈപ്പേറിയ പീഡകൾ സഹിക്കുന്നുവെങ്കിലും അനേകം ആത്മാക്കൾ നശിച്ചു പോകുന്നു. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവ കരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. അപ്പം ഇതാണ് ഇവിടെ എമർജൻസി. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷ, ദ ലാസ്റ്റ് ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നാണ്. Souls perish in spite of my bitter passion. I am giving them the last hope of salvation, that is the feast of my mercy. രക്ഷ പ്രാപിക്കാനുള്ള അവസാന പ്രതീക്ഷയായി ദൈവ കരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു. എന്റെ കരുണയെ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. എന്റെ കരുണയുടെ വക്താവെ, നീ എഴുതുക, എന്റെ ഉന്നതമായ കരുണയെക്കുറിച്ച് ആത്മാക്കളോട് പറയുക. എന്തെന്നാൽ എന്റെ നീതിയുടെ ഭയാനകമായ ആ ദിനം ആസന്നമായിരിക്കുന്നു. അപ്പം ഡേ ഓഫ് മൈ ജസ്റ്റിസ് ഈസ് നിയർ. എന്റെ കരുണയുടെ
നീതിയുടെ ദിനങ്ങൾ അടുത്തിരിക്കുന്നു എന്നുള്ളത് നീ പറയുക. 1930 ഇത് എഴുതുന്നു. ആസനം എന്ന് പറയുമ്പോൾ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അടുത്ത വർഷം എന്നുള്ള ഒന്നും അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. പലരും അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് കാണുന്നുണ്ട്. വൈദികരും വചന പ്രഘോഷകരും ഒക്കെ പലരും അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആസനമായിരിക്കുന്നു, ഉടനെ ഉണ്ട് എന്നൊക്കെ മാതാവ് പറഞ്ഞു, അല്ലെങ്കിൽ മാതാവിന് ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഹൗസ്നായിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് ഉടനെ അടുത്ത ദിവസം നടക്കും, അല്ലെ അടുത്ത വർഷം നടക്കും എന്നുള്ള അർത്ഥത്തിലല്ല. ഈശോ തന്നെ പറഞ്ഞതല്ലേ ഉടനെ വരും എന്നൊക്കെ പറയുമ്പോഴും അതിന് വർഷമുണ്ട്. കർത്താവിന്റെ ആ കാൽക്കുലേഷൻ, കർത്താവ് പറയുന്ന കാൽക്കുലേഷനിലെ പറയുന്ന അതിലെ വർഷം എന്ന് പറയുന്നതിന്റെ അളവെന്നൊക്കെ പറയുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. അപ്പം അത് ഇന്നാകാം, നാളെ ആകാം, അല്ലെ 100 വർഷം കഴിഞ്ഞിട്ടാകാം, എന്തുവാട്ടെ. ഇപ്പൊ തന്നെ ഇത് പറഞ്ഞിട്ട് 70-80 വർഷം കഴിഞ്ഞല്ലോ, 80 അല്ല 90 വർഷം കഴിഞ്ഞു. അപ്പം ഇപ്പോഴും നമ്മൾ ആകുന്നു എന്ന് പറഞ്ഞിട്ട് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും അത് ഒരുക്കാൻ വേണ്ടിയാണ്, ദൈവജനത്തെ ഒരുക്കാൻ വേണ്ടി, ലോകത്തെ മുഴുവനും യേശുവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കാൻ, അവിടുത്തെ കരുണയെ അനുഭവിക്കാൻ അവരെ ഒരുക്കാൻ വേണ്ടിയാണ് കർത്താവ് അപ്രകാരം ഈ കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. യേശു പറയുന്നതാണ്, എന്റെ കരുണയെ അവർ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു കരുണയുടെ തിരുനാൾ ഞാൻ അവർക്ക് നൽകുന്നു എന്നാണ്. അപ്പം ഈ കരുണയുടെ തിരുനാൾ മാത്രമേ ഉള്ളൂ. ലോകത്ത് വേറെ ഏത് തിരുനാളാണ്? കർത്താവ് ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ് ഒരു തിരുനാൾ എന്ന് പറഞ്ഞ് വേറൊരു തിരുനാളും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഈശോ തന്നെ പറയാം, ഞാൻ അവർക്ക് നൽകുകയാണ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് സാൽവേഷനായി, പ്രതീക്ഷയുടെ അവസാനം രക്ഷയുടെ അവസാന പ്രതീക്ഷയായി ഞാൻ അവർക്ക് കരുണയുടെ തിരുനാൾ നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കരുണയുടെ തിരുനാൾ സ്ഥാപിക്കുകയാണ്. അപ്പം ഈ കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമാണ്, ഒരു സാധാരണ ഒരു തിരുനാളാണെന്ന് ആരും വിചാരിക്കരുത്. ഞാൻ പരിത്രാണയിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, കോട്ടയത്തെ പരിത്രാണ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നമ്മൾ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ തുടങ്ങി. കരുണയുടെ തിരുനാളിനോടനുബന്ധിച്ച് നമ്മളൊരു 3-5 ദിവസത്തെയൊക്കെ കൺവെൻഷനും നടത്താൻ തുടങ്ങി. കരുണയെക്കുറിച്ച് തന്നെ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ തിരുനാൾ ദിവസം ആളുകൾ കരുണയെ ആരാധിച്ച് ഈ കരുണയുടെ തിരുനാൾ ദിവസം ഡയറി കുറിപ്പിൽ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അത് പൊക്കേണ്ടിരുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഞങ്ങൾ ഈ കരുണയുടെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ആ ധ്യാനത്തെക്കുറിച്ചൊക്കെയുള്ള പോസ്റ്ററൊക്കെ ആളുകളൊക്കെ അറിയാൻ വേണ്ടി കരുണയുടെ ചിത്രമൊക്കെ വെച്ച് ഉള്ള പോസ്റ്ററുകൾ പല സ്ഥലത്ത് ഒട്ടിക്കുകയുണ്ടായി. ഒട്ടിക്കാൻ വേണ്ടി അതിരമ്പുഴ ഭാഗത്തോ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചേട്ടന്മാർ നിന്ന് വിമർശിക്കുന്നവർ കേട്ടു. ഒട്ടിക്കാൻ ചെന്നവർ കേട്ടിട്ട് അവർ എൻ്റെ അടുത്ത് വന്ന് പറയുന്നതാണ്, ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, എന്താണ് കരുണ എന്ന് പറഞ്ഞിട്ടുണ്ട്, മേഴ്സി എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം അത് അറിവില്ലാത്തതുകൊണ്ടായതുകൊണ്ട് ഓക്കെ, ദൈവം ക്ഷമിച്ചോളൂ. എങ്കിൽ ദൈവത്തിന്റെ കരുണയെ ആരാധിക്കപ്പെടേണ്ട, വണങ്ങപ്പെടേണ്ട കർത്താവിന്റെ കരുണയെ അപമാനിക്കുക എന്നൊക്കെ പറയുന്നത് അറിവില്ലാതെ പോലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണത്. അപ്പം ഇവിടെ കർത്താവ് പറഞ്ഞ് നോക്കുക, എന്റെ കരുണയെ അവർ ആരാധിക്കുന്നില്ലെങ്കിൽ നിത്യമായി അവർ നശിച്ചു പോകും. നാശത്തിന്റെ വക്കിലാണ് ഈ കരുണയെ ആരാധിക്കാത്തവരെന്നർത്ഥം. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാനായിട്ടുള്ള അവസാന പ്രതീക്ഷയായി കർത്താവ് ഈ കാലഘട്ടത്തിൽ നൽകുന്ന ഒന്നാണ് ഈ കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. നമുക്കിനി ഡയറിയിൽ 420 കൂടെ ഒന്ന് ധ്യാനിക്കാം. പ്രൊഫഷണൽ അത് എഴുതുന്നതൊക്കെ 1935 35 ഏപ്രിൽ മാസത്തില് അവള് എഴുതുന്നിങ്ങനെയാണ്: പുതു ഞായറാഴ്ച, അതായത് ദൈവ കരുണയുടെ തിരുനാൾ ദിവസം, പരിത്രാണകർമ്മത്തിന്റെ ജൂബിലിയുടെ സമാപനം. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പോയപ്പോൾ 2 ആഘോഷങ്ങൾ ഒരുമിച്ചായിരുന്നുകൊണ്ട് എന്റെ ഹൃദയം ആനന്ദത്താൽ നിറഞ്ഞു. പാപികളുടെ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു. ശുശ്രൂഷകൾ അവസാനമായപ്പോൾ ജനങ്ങളെ ആശീർവദിക്കാൻ വൈദികൻ ദീപികാരൻ എടുത്തപ്പോൾ ചിത്രത്തിലേതുപോലെ തന്നെ ഈശോനാഥനെ ഞാൻ കണ്ടു. നോക്കുക, പരിശുദ്ധ കുർബാനയിലെ ചിത്രത്തിലെ യേശുവിനെ പോലെ തന്നെ കണ്ടു. 2 രശ്മികളോടെ ആശീർവദിക്കാൻ വരുന്ന കൈകളോടെ ഇതാ ഈശോയെ തന്നെ പരിശുദ്ധ കുർബാനയിൽ അവൾ കാണുകയാണ്, ഞാൻ കണ്ടു. കർത്താവ് തന്റെ ആശീർവാദം നൽകി ലോകം മുഴുവനും ആ രശ്മികൾ വ്യാപിച്ചു. പെട്ടെന്ന് സ്ഫടിക നിർമ്മിതമായ ഒരു വാസസ്ഥലത്തിന്റെ രൂപത്തിൽ അഭേദ്യമായ ഒരു പ്രകാശം ഞാൻ കണ്ടു. അത് സൃഷ്ടികൾക്കും അരൂപികൾക്കും അപ്രാപ്യമായ പ്രകാശ തരംഗങ്ങളാൽ നെയ്തെടുത്തതായിരുന്നു. 3 വാതിലുകൾ ഈ ഉജ്ജ്വല തേജസ്സിലേക്ക് നയിച്ചിരുന്നു. ആ സമയത്ത് ചിത്രത്തിലെ രൂപത്തിൽ ഈശോ 2ാമത്തെ വാതിലിലൂടെ ആ തേജസ്സിലേക്ക് പ്രവേശിച്ച് അതിലെ ഒരു മൈൽ അപ്രത്യക്ഷമായി.
അത് അഗ്രാഹ്യമായ ഒരു തൃത്വൈക ഒരുമയാണ്, അത് അനന്തതയാണ്. ഞാനൊരു സ്വരം കേട്ടു. ഇനി അത് കേൾക്കാം. എന്റെ കരുണയുടെ അത്യഗാധത്തിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ ദൈവകരുണയുടെ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത് അത് കരുണയുടെ അത്യഗാധത്തിൽ നിന്നാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ കരുണ എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത, ഒരിക്കലും മാറാത്ത, ലോകത്ത് മുഴുവൻ ഇനി കരുണയില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു ലോകം മുഴുവൻ അതാണെങ്കിലും ശരി, ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റം വരികയില്ല. ദൈവത്തിന്റെ കരുണയ്ക്ക് മാറ്റം വരികയില്ല. അങ്ങനെയുള്ള ആ കരുണയുടെ അത്യഗാധത്തിൽ നിന്നാണ് ഈ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പം ദൈവകരുണ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് ചോദ്യം. ദൈവത്തിന്റെ കരുണയുടെ അത്യഗാധത്തിൽ നിന്നാണ് ദൈവകരുണ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈശോ പറയുകയാണ്, വീണ്ടും ഈശോയുടെ വാക്കുകളായത്, എന്റെ മൃദുലമായ കരുണയുടെ ആഴത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ഏത് തിരുനാൾ സ്ഥിതി ചെയ്യുന്നത്? എന്റെ കരുണയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന എല്ലാ ആത്മാക്കൾക്കും അത് ലഭിക്കും, കരുണ ലഭിക്കും. ദൈവത്തിന്റെ കരുണയുടെ ആഴത്തിൽ നിന്നാണ് ദൈവകരുണ തിരുനാൾ ഉത്ഭവിച്ചിരിക്കുന്നത് എന്നാണ്. ദൈവത്തിന്റെ കരുണയിൽ ശരണപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾക്ക് ഈ കരുണ ലഭിക്കുകയും ചെയ്യും. ഇനി ഡയറി കുറിപ്പില് 742 പാരഗ്രാഫ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ തിരുനാളാണെങ്കിലും അവയോടൊപ്പം കരുണയുടെ പ്രവൃത്തികളും ഉണ്ടായിരിക്കണം. സാഘോഷം തിരുനാൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയുമാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, പല സ്ഥലത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിൽ ഒന്ന് ഇതാണ്. അപ്പൊ കരുണയുടെ തിരുനാൾ എങ്ങനെ ആഘോഷിക്കണം? കൃത്യമായ വാക്കുകളാണ്, ഈശോയുടെ വാക്കുകളാണ്. കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത് ഈസ്റ്റർ കഴിഞ്ഞ ആദ്യ ഞായറാഴ്ച എന്ത് ചെയ്യണം? കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം. സാഘോഷം തിരുനാൾ ആഘോഷിച്ചും ഛായാചിത്രത്തെ വണങ്ങിയുമാണ് കരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടത്. ഈ ചിത്രത്തിലൂടെ നിരവധി പ്രസാദപരങ്ങൾ ഞാൻ ആത്മാക്കളിലേക്ക് ഒഴുക്കും. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ ഈ ഛായാചിത്രങ്ങൾ ഓർമ്മപ്പെടുത്തും. കാരണം പ്രവൃത്തികൾ കൂടാതെയുള്ള ഏറ്റവും ശക്തമായ വിശ്വാസം പോലും പ്രയോജനരഹിതമാണ്. ഇനി നമുക്ക് ഡയറിയില് 300ാമത്തെ പാരഗ്രാഫില് 299 അവസാനമുണ്ട്. അവസാന ഭാഗം തൊട്ട് തുടങ്ങാം. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ദൈവകരുണയുടെ തിരുനാൾ എന്നാകണം എന്നുള്ളത് വാസ്തവത്തിൽ മാർപ്പാപ്പ പ്രഖ്യാപിച്ചെങ്കിലും ഒരു ഡേറ്റ് കൃത്യമായിട്ട് പറഞ്ഞില്ല. ദിവസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് ഇപ്പം ജൂലൈ 3 വിശുദ്ധ തോമസ് ലീഹായുടെ തിരുനാളാണെന്നുള്ളത് ഡേറ്റാണ്, അല്ലെങ്കിൽ ഡിസംബർ 25 ക്രിസ്മസ് ആണെന്നുള്ളത് ഡേറ്റാണ്. പക്ഷേ കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത് ഡേറ്റ് പ്രത്യേകം ഡേറ്റ് അല്ല, പ്രത്യേകിച്ച് ദിവസമാണത്. എന്താണ്? ഏത് ദിവസമാണ്? ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. അത് ഏത് ഡേറ്റും ആകാം. ഈസ്റ്ററിന് പ്രത്യേകമായിട്ട് ഒരു ഡേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഈസ്റ്റർ അതിന്റെ യഹൂദ കലണ്ടറിന്റെ ക്രമം അനുസരിച്ച് ഈസ്റ്ററും അതുപോലെ തന്നെ അതിനനുസരിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ച് ഈസ്റ്ററിനും ഒരു പ്രത്യേക ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച എന്നതിനും ഒരു പ്രത്യേകമായ ഡേറ്റ് കൊടുക്കുന്നില്ല. പക്ഷേ വളരെ കൃത്യമാണ്, തിരുനാൾ എന്ന് ആഘോഷിക്കണം എന്നുള്ളത് കൃത്യമാണ്. അതാ പറയുന്നത്. ഇത് ഒരു പ്രാവശ്യമൊന്നുമല്ല. ഈ ഡയറി കുറിപ്പ് വായിച്ചു കഴിഞ്ഞാൽ ഒരു 10-14 പ്രാവശ്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. 10-14 പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റും. 10-14 നല്ലേറെ കാണാം എന്നാണ് എനിക്ക് ഓർമ്മ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഈശോ പല പ്രാവശ്യം പറയുന്നു, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണ തിരുനാൾ ആഘോഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 299 അവസാനം പറയുന്നുണ്ട്. 300 വീണ്ടും പറയുകയാണ്, എന്റെ വിശ്വസ്ത ദാസനോട്, ഫാദർ സൊപ്പാച്ചോയോട് പറയാനാണ് പറയുന്നത്. അത് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ആത്മീയ പിതാവാണ്. എന്റെ വിശ്വസ്ത ദാസനോട് പറയുക, ഈ ദിവസം ലോകം മുഴുവനും അദ്ദേഹം എന്റെ വലിയ കരുണയെപ്പറ്റി പറയണം. ഈ ദിവസം ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവും ലഭിക്കും. വാഗ്ദാനം കേട്ടോ. അപ്പം വാഗ്ദാനമുള്ളതാണ്. ഈ ദിവസം വേണ്ട വിധത്തിൽ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ്. എന്താ കിട്ടുന്നത്? ജീവന്റെ ഉറവിടത്തെ സമീപിക്കുന്ന, ജീവന്റെ ഉറവിടം എന്ന് പറഞ്ഞാൽ എന്താണ്? കരുണ. ദൈവത്തിന്റെ കരുണയെ സമീപിക്കുന്ന എല്ലാവർക്കും പൂർണ്ണമായ പാപമോചനവും, അതായത് ഗ്രാൻഡിങ് കംപ്ലീറ്റ് ഫോർഗിവ്നെസ് ഓഫ് സിൻസ് ആൻഡ് പണിഷ്മെന്റ്. അതാണ്
ശിക്ഷയിൽ നിന്നും പൂർണ്ണ ഇളവ് ലഭിക്കും. അപ്പം പാപത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും പൂർണ്ണ ഇളവ് ലഭിക്കുന്ന ദിവസം. അപ്പോൾ അത് ഈ കരുണയുടെ തിരുനാൾ വേണ്ട വിധത്തിൽ ആഘോഷിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കരഗതമാകുന്ന ഒരു കാര്യമാണ്. ഇത് വ്യത്യാസം അറിയാമോ? നിങ്ങൾക്ക് അറിയേണ്ടതുമാണ്. എന്താണ് പാപങ്ങളുടെ മോചനം? പൂർണ്ണമായ പാപത്തിന്റെ മോചനം, പൂർണ്ണമായ പാപത്തിൽ നിന്നുള്ള മോചനം, പാപമോചനവും ശിക്ഷയുടെ ഇളവും ലഭിക്കുന്നു. പൂർണ്ണമായ ശിക്ഷയുടെ ഇളവ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായിട്ട് വത്തിക്കാനിലേക്ക് 1978 വരുമ്പോൾ അദ്ദേഹം വരുന്ന സമയത്ത് കരുണയുടെ ചിത്രമോ കരുണയുടെ തിരുനാളോ കരുണയുടെ ജവമാല ഇതൊക്കെ ഒരു സംശയ ദൃഷ്ടിയിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. അതിന് ഏതാനും നാളുകൾക്ക് മുമ്പ് കരുണയുടെ ഈ ചിത്രവും ഒക്കെ വിലക്കപ്പെട്ടിരുന്നു, ബാൻ ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലമുണ്ട്. അത് ചില തെറ്റിദ്ധാരണകളിൽ കൊണ്ടാണ്. കരുണയുടെ ഡയറി കുറിപ്പുകൾ മുഴുവൻ പോളിഷ് ഭാഷയിലാണല്ലോ എഴുതിയപ്പെട്ടത്. അതിൽ നിന്ന് വേറെ ഭാഷകളിലേക്ക് അത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചില തർജ്ജമയിൽ വന്ന പെശകുകളും ക്ലാരിറ്റി കുറവും വ്യക്തതയില്ലായ്മയും പല സഭകളിലും പല മെത്രാന്മാർക്കും ഒക്കെ അത് സംശയം സൃഷ്ടിച്ചു. അങ്ങനെ കരുണയുടെ ചിത്രം പ്രചരിപ്പിക്കുന്നു, അടിക്കുന്നതും കരുണയുടെ ജവമാല ചൊല്ലരുതെന്നൊക്കെ പറഞ്ഞ് പല മെത്രാന്മാരും ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള കാലഘട്ടമാണത്. പക്ഷേ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കുറിച്ച് നിങ്ങൾക്കറിയാം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പോളിഷുകാരനാണെന്ന് മാത്രമല്ല, ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെയേറെ ശ്രദ്ധ എടുത്തതുകൊണ്ടാണ് കരുണയുടെ തിരുനാൾ സഭയിലുണ്ടായതും വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധയായതും അല്ലെങ്കിൽ അതൊക്കെ ലോകത്തിന് മുമ്പിൽ വലിയ മാതൃകയായിട്ട് മാറാനും കാരണമായത്. അപ്പൊ അങ്ങനെ വിലക്കപ്പെട്ട ഒന്ന്, അല്ലെങ്കിൽ കാലത്തിന്റെ ഗതിയിൽ ഒരുപക്ഷെ വിലക്കപ്പെട്ട കരുണയുടെ തിരുനാൾ, കരുണയുടെ ജവമാല, ഇതൊക്കെ ആ ബാനൊക്കെ മാറ്റി പാപ്പ എന്ത് ചെയ്യുന്നറിയാവോ? ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനായിട്ടൊരു സമിതിയെ, ഒരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് വത്തിക്കാനിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതും പണ്ഡിതനുമായ ദൈവശാസ്ത്രജ്ഞനായ ഫാദർ ഇഗ്നാസി റോസ്കിയാണ്. ഇഗ്നാസി റോസ്കി പോളിഷുകാരനാണ് താനും. അദ്ദേഹത്തിനൊപ്പം പോളിഷ് ഭാഷ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും മറ്റു ഭാഷകളും അറിയാവുന്നതുകൊണ്ടും പണ്ഡിതനായതുകൊണ്ടും ഈ കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാൻ പറ്റുമെന്നതുകൊണ്ട് അദ്ദേഹത്തെ കമ്മീഷന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചു. ആ കമ്മീഷൻ 10 കൊല്ലമാണ് ഈ ഡയറി കുറിപ്പുകളെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ ഡയറി കുറിപ്പിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് ഈ ഇഗ്നാസി റോസ്കി എന്ന് പറയുന്ന ആ വൈദിക പണ്ഡിതൻ അദ്ദേഹം പറയുന്നത്, ഒരു മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അക്ഷരജ്ഞാനം പോലും ഇല്ലാത്ത ഒരു സാധാരണ കന്യാസ്ത്രീ സ്വന്തം അറിവിൽ നിന്ന് എഴുതാവുന്ന ഒരു ദൈവശാസ്ത്രമൊന്നും അല്ല ഇതിലുള്ളത്. അങ്ങനെയല്ല. ആഴമായ ദൈവശാസ്ത്രം, തെറ്റുവരാത്ത ദൈവശാസ്ത്രം അത് കൊടുത്തത് ദൈവം തന്നെ ആയതുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നത് കരുണയുടെ തിരുനാളിനെ കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്, അപ്പോൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ദ ഫീസ്റ്റ് ഓഫ് ഡിവൈൻ മേഴ്സി ക്യാൻ ബി കോൾഡ് സെക്കൻഡ് ബാപ്റ്റിസം എന്നാണ്. രണ്ടാമത്തെ മാമോദീസ എന്ന് ഈ കരുണയുടെ തിരുനാളിനെ വിളിക്കാൻ പറ്റും എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നും കൂടെ പറയുന്നുണ്ട്. അത് ഈ ഡയറി കുറിപ്പുകളെ ആസ്പദമാക്കിയുള്ള കർത്താവിന്റെ വാഗ്ദാനങ്ങളും വാക്കുകളെയൊക്കെ ആസ്പദമാക്കിയാണ് അദ്ദേഹം പഠിച്ചിട്ടാണ് പറയുന്നത്. അവിടെ പറയുന്ന ഇതാണ്, എന്താണെന്നറിയാമോ? നമ്മൾ വായിച്ച കാര്യമാണ്. ഈ കരുണയുടെ തിരുനാൾ ദിവസം പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുന്നു. അപ്പൊ അതാണ് കരുണയുടെ തിരുനാൾ ലഭിക്കുന്ന മറ്റൊരു വാഗ്ദാനമാണ്. അതുപോലെ തന്നെ ലഭിക്കുന്ന അനുഭവമാണ്. അപ്പൊ അവർക്ക് പൂർണ്ണമായ ഇത്. അപ്പം എന്താണ് മാമോദിസ, സെക്കൻഡ് ബാപ്റ്റിസം അല്ലെങ്കിൽ രണ്ടാം മാമോദിസ എന്ന് വിളിക്കാൻ കാരണം, മാമോദിസയിൽ സംഭവിക്കുന്ന നമുക്കറിയാം. മാമോദിസയിൽ ഒരു വ്യക്തി ദൈവരാജ്യത്തിന് അംഗമാകുന്നു, തിരുസഭയിൽ അംഗമാകുന്നു. രണ്ടാമത് അദ്ദേഹത്തിന്റെ ഈ മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തിയുടെ കർമ്മപാപവും അതുപോലെ തന്നെ ജന്മപാപവും അത് നീക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു വ്യക്തി പ്രായപൂർത്തിയായ ശേഷം 50-ാമത്തെ വയസ്സിലാണ് മാമോദിസ സ്വീകരിച്ചെന്ന് കരുതുക. 50-ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തി കുംസാരിക്കേണ്ട കാര്യമില്ല. കാരണം മാമോദിസ എന്ന കൂദാശയാൽ തന്നെ, മാമോദിസ ജലത്താൽ തന്നെ അദ്ദേഹത്തിന്റെ കർമ്മഭാവവും ജന്മഭാവവും നീക്കപ്പെടുന്നു. അപ്പം കർമ്മഭാവം, ജന്മഭാവം എന്ന് പറയുന്നത് ജന്മാന്തരങ്ങളായി നമുക്ക് കൈമാറി വന്നിരിക്കുന്ന ഭാവമാണ്. ആദിമാതാപിതാക്കളിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്ന പാവത്തെയാണ് നമ്മൾ ജന്മഭാവം എന്ന് പറയുന്നത്. അത് നീക്കപ്പെടുന്നത് മാമോദിസയിലാണ്.
അതുകൊണ്ടാണ് എല്ലാവരും മൗസ സ്വീകരിക്കണം, അല്ലെങ്കിൽ മൗദിസ എന്ന കുദാശയിലൂടെ നമ്മുടെ ജന്മപാപം നീക്കപ്പെട്ടു വേണം ഒരു വ്യക്തിക്ക് ഈ സ്വർഗത്തിൽ, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ സ്വർഗത്തിലെത്തുമ്പോൾ ഒരാൾക്ക് ലഭിക്കണമെന്നൊക്കെ പറയാൻ കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ വെച്ച് ജന്മപാപം നീക്കപ്പെട്ട അവസ്ഥ. രണ്ടാമത്തത് കർമ്മപാപം. അപ്പം മാമോദിസായിൽ അതുവരെ ചെയ്ത കർമ്മപാപങ്ങൾ, കർമ്മം കൊണ്ട് നമ്മൾ ചെയ്ത പാപങ്ങൾ അതും നീക്കപ്പെടുന്നു. അപ്പൊ ഒരു വ്യക്തി കരുണയുടെ തിരുനാൾ ദിവസത്തിൽ പങ്കെടുക്കുമ്പോൾ, കരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയത്ത് നടക്കുന്നു എന്നാണ്. അപ്പം ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു, രണ്ട് അവരുടെ പാപത്തിന്റെ ശിക്ഷയും പൂർണ്ണമായും അതിൽ നിന്നും ഇളവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഒരു കർത്താവ് വീണ്ടും പറയുന്നു, വിശ്വാസത്തോടെ എന്റെ കരുണയിലേക്ക് തിരിയുന്നത് വരെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. മാൻകൈൻഡ് വിൽ നോട്ട് ഹാവ് പീസ് അണ്ടിൽ ഇറ്റ് ടേൺസ് ടു മൈ മേഴ്സി എന്നാണ്. അപ്പം ഈ കരുണയെ കുറിച്ച് വീണ്ടും തുടർന്ന് അതേ പാരഗ്രാഫിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പരിശുദ്ധനും നീതിമാനുമാണെന്ന് എല്ലാവരും ഉദ്ഘോഷിക്കുന്നു, എന്നാൽ എന്റെ കരുണയിൽ വിശ്വസിക്കുകയോ എന്റെ നന്മയിൽ ആശ്രയിക്കുകയോ ചെയ്യുന്നില്ല പലരും. പിശാചികൾ പോലും എന്റെ നീതിയെ പുകഴ്ത്തുന്നു, എന്നാൽ അവരെന്റെ നന്മയിൽ വിശ്വസിക്കുന്നില്ല. എന്ന് പറയുകയാണ്, കരുണ എന്ന നാമധേയത്തിൽ എന്റെ ഹൃദയം ആനന്ദിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത് 301 പറയുന്നുണ്ട്, കരുണയാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവ വിശേഷമെന്ന് പ്രഘോഷിക്കുക. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആട്രിബ്യൂട്ട് ഒക്കെ ദൈവത്തിന്റെ സവിശേഷ ഗുണങ്ങൾ പറയുന്നത്, കരുണയാണ് എന്റെ ഏറ്റവും വലിയ സവിശേഷ ഗുണമെന്ന് നീ പ്രഘോഷിക്കുക. അപ്പം പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവ കരുണയുടെ തിരുനാൾ ദിവസം നമുക്ക് നൽകപ്പെടുന്ന വലിയ ഒരു കൃപയെന്ന് പറയുന്നത് പാപങ്ങളുടെ പൂർണ്ണമായ മോചനം, ശിക്ഷയിൽ നിന്നുള്ള പൂർണ്ണമായ ഇളവ്. ഇത് മാമോദിസായിൽ സ്വീകരിക്കുന്ന അതേ കൃപ വീണ്ടും ഒരു വ്യക്തിക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത് എന്നുള്ള അവസരമാണ് ദൈവ കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. അപ്പം ദൈവത്തിന്റെ കരുണയുടെ തിരുനാൾ, കർത്താവിന്റെ കരുണയുടെ തിരുനാൾ ദിവസം ഉണ്ടാകുന്ന ഈ രണ്ട് അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പാപങ്ങളുടെ പൂർണ്ണമായ മോചനം, രണ്ട് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം, പൂർണ്ണമായ മോചനം. ഇത് രണ്ടും മാമോദിസായിൽ ലഭിക്കുന്ന ആ കാര്യം ഇവിടെയും ലഭിക്കുന്നു എന്നാണ് ഈശോ തന്നെ പറഞ്ഞത്. ഈശോയുടെ വാക്കുകൾ അത് സഭയും പറഞ്ഞു കഴിഞ്ഞു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദൈവകരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട ആ ഒരു തിരുനാൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് പെനിറ്റൻഷ്യറിയിൽ നിന്ന്, വത്തിക്കാനിലെ ഇന്റലിജൻസ് പെനിറ്റൻഷ്യറി ആ വകുപ്പിൽ നിന്ന്, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കിയ രേഖയിലും ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തെയാണ് പാപത്തിന്റെ പൂർണ്ണമായ പാപമോചനവും ശിക്ഷയിൽ നിന്നുള്ള ഇളവും, ഇത് മാമോദിസായിൽ നടക്കുന്ന അതേ കാര്യം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ഒരു മനോഹര ദിവസമാണ് കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നതോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാനമായ ഭാഗമാണ് 699 പാരഗ്രാഫ് 699. അത് കൃത്യമായിട്ട് അന്ന് വരേണ്ടതായ ചെയ്യേണ്ടതായ കാര്യങ്ങൾ, അന്ന് ഉണ്ടാകുന്നത് എന്താണ്, കരുണയുടെ തിരുനാൾ ദിവസം ഉണ്ടാകുന്നത് എന്താണ്, സംഭവിക്കുന്നത് എന്താണെന്നൊക്കെ ഉള്ളത് നക്ഷലായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് 699. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, പറയാണ്, എന്റെ മകളെ, എന്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് കഠിനഭാവികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം കരുണയുടെ തിരുനാൾ ഭാവികൾ എല്ലാവർക്കും, പ്രത്യേകിച്ച് കഠിനഭാവികൾക്ക് അത് അഭയവും സംരക്ഷണവും ആയിരിക്കും. ഇനി അടുത്ത കാര്യം, ആ ദിവസം എന്റെ കരുണ അനുകമ്പാർദ്രമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും. ഇത് വാഗ്ദാനം കൂടിയാണ് കേട്ടോ. വേറൊരു വാഗ്ദാനം, എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും. മൂന്നാമത്തെ കാര്യം, അടുത്ത വാഗ്ദാനം, അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ 300ാമത്തെ പാരഗ്രാഫിലും ഇത് ഇന്ന് വീണ്ടും 699 ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. പൂർണ്ണമായ പാപമോചനവും പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതിയും ലഭിക്കും. അടുത്ത വാഗ്ദാനം, അന്നേ ദിവസം
ദൈവിക പ്രസാദപരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറക്കും. നോക്കുക, ഒരു നമ്മള് വലിയ എന്താണ് മഹാമാരിയൊക്കെ കണ്ടിട്ടിരിക്കുന്ന മഹാമാരിയുടെ സമയത്ത് എന്തായിരുന്നു, വെള്ളം നിറഞ്ഞ് മഴവെള്ളം ഡാമുകളിൽ നിറഞ്ഞ് എല്ലാ ഡാമുകളും അങ്ങ് തുറന്നു വിട്ടു. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ഒരു വർഷം മുഴുവൻ വെള്ളമായത്. ആലുവായിലും ചാലക്കുടിയിലും അല്ലെങ്കിൽ നമ്മുടെ മൂവാറ്റുപുഴയും അങ്ങനെ പല സ്ഥലങ്ങളിലെല്ലാം അങ്ങ് ടൗൺ മുഴുവനും വെള്ളത്തിന്റെ അടിയിലായിപ്പോയി. ഒത്തിരി വീടുകൾ പോയി, ഒത്തിരി പേര് മരിച്ചു, ഒത്തിരി പേർക്ക് അപകടമുണ്ടായി, ഒത്തിരി വീടുകൾ നമ്മൾ പോകേണ്ടി വന്നു. കുട്ടനാടും വൈക്കം ഏരിയയും ഒക്കെ വെള്ളത്തിനടിയിലായിപ്പോയി. ഇതെന്തായാലും സംഭവിച്ചത്, നമ്മുടെ കേരളത്തിലുള്ള 10-70ഓളം ഡാമുകളുണ്ട്. അതിലെ ഒത്തിരി മേജർ ഡാമുകളെല്ലാം തുറന്നു. ഇടുക്കി ഡാമൊക്കെ അങ്ങ് തുറന്നു വിട്ടു, എല്ലാ ഡാമുകളും തുറന്നു വിട്ടു. ഇപ്പോഴത്തെ എന്തായി, ആ ഒരു ദിവസം തന്നെ പല ഡാമുകൾ തുറന്നു വിട്ടപ്പോഴത്തേക്കും വെള്ളത്തിന്റെ മഹാപ്രളയമായി. ഇതിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അന്നത്തെ ദിവസം എല്ലാം കൂടെ അങ്ങ് തുറന്നു വിടുവാണ്. കരുണയുടെ ചാലുകളെല്ലാം കൂടെ അങ്ങ് തുറക്കും. അങ്ങ് തുറന്നു വിട്ടാലോ മഹാപ്രളയമായിരിക്കും, കരുണയുടെ പ്രളയമാണ്. എന്താ പറയുന്നത്, അന്നേ ദിവസം ദൈവിക വരപ്രസാദം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നു വിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എന്റെ കരുണ ഉന്നതമാണ്. നോക്കുക, മനുഷ്യന്റെ ചുമ്മാ വലിയ ബുദ്ധി ഉണ്ടെന്ന് കരുതി ആ ബുദ്ധി കൊണ്ട് അളക്കാവുന്ന വിധത്തിലുള്ള കാര്യമല്ല അന്ന് നടക്കുന്നത്. അതുകൊണ്ട് ആരും ബുദ്ധി വെച്ച് ആരും ഇതിനെ അളന്ന് കണ്ടായിരുന്നു. കാരണം എല്ലാ ബുദ്ധികൾക്കും അതീതമായ അനന്ത ബുദ്ധിജ്ഞാനിയായ ദൈവം തന്നെ പറയുന്ന കാര്യമാണ്. ഇത് ബുദ്ധി കൊണ്ട് അളക്കാവുന്ന ഒരു കാര്യമല്ല അന്ന് ലഭിക്കുന്ന കൃപാവരമെന്ന്. വീണ്ടും പറയുന്നു, എന്റെ കരുണ അത്രത്തോളം ഉന്നതമാണ്, അത് നിത്യതയോളം അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ അനുകമ്പാർദ്ദമായ കരുണയിൽ നിന്നാണ് എല്ലാ സൃഷ്ടികളും അസ്തിത്വം സ്വീകരിച്ചിരിക്കുന്നത്. എന്നോടുള്ള സഹവാസത്തിൽ എല്ലാ ആത്മാക്കളും എന്റെ സ്നേഹത്തിലും കരുണയിലും ആണ് നിത്യതയിൽ എപ്പോഴും ഒഴുകിയിരിക്കുന്നത്. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമാകുന്നത്. നോക്കുക, എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ്. അപ്പം കർത്താവ് ദൈവത്തിന്റെ കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത് എവിടെ നിന്ന്? എനിക്ക് നിങ്ങളോടുള്ള ദൈവത്തിന് മനുഷ്യനോടുള്ള വാത്സല്യത്തിൽ നിന്നാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നാണ് എന്റെ അഭിലാഷം. എന്റെ കരുണയുടെ ഉറവയിൽ അണയാതെ മാനവകുലത്തിന് സമാധാനം ലഭിക്കില്ല. കേട്ടോ, ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ്. ഈസ്റ്റർ കഴിഞ്ഞ ആദ്യ ഞായറാഴ്ച വേണം. മാനവകുലത്തിന് എന്റെ കരുണയിൽ അഭയം തേടാതെ സമാധാനമില്ല, അവർ സമാധാനം ലഭിക്കില്ല. അന്നത്തെ ദിവസം ലഭിക്കുന്ന കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ ഏതാണ്ടെല്ലാം ഇവിടെ പറയുക. കരുണയുടെ തിരുനാൾ ദിവസം പൂർണ്ണ മോചനവും കിട്ടും. അത് വത്തിക്കാൻ അനുവദിച്ചിരിക്കുന്നതാണ്. അതിനുവേണ്ടി ചെയ്യണമെന്ന് മാർപ്പാപ്പ തന്നെ ആ രേഖയിൽ പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ കാര്യം, ഒരു 20 ദിവസത്തിന് മുൻപ്, അതായത് ഈ തിരുനാൾ നടക്കുന്നതിന് 20 ദിവസത്തിന് മുമ്പോ അതിനുശേഷമോ കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം. അന്ന് തന്നെ കുമ്പസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കുമ്പസാരിക്കാൻ പറ്റുന്ന വരികയല്ല. അതുകൊണ്ടാണ്. മാത്രമല്ല, ചിലർക്ക് യാത്രയായിരിക്കാം. ഇതൊക്കെ പ്രത്യേകമായിട്ട് പറയുന്നത് കപ്പലുകളിൽ യാത്ര ചെയ്യുന്നവര്, അങ്ങനെ ഉള്ളവർക്ക് അന്നത്തെ ദിവസം ഇതൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് അല്ലെങ്കിൽ അങ്ങനെ അസൗകര്യങ്ങളുള്ളവർക്ക് നേരത്തെ തന്നെ ചെയ്യാം. പക്ഷെ നേരത്തെ തന്നെ കുമ്പസാരിച്ചാലും വരപ്രസാദത്തിലായിരിക്കും ആ വ്യക്തി ഈ കരുണയുടെ തിരുനാൾ ദിവസം. അപ്പോൾ കുമ്പസാരിച്ചിരിക്കണം. 2, കുർബാന സ്വീകരിക്കണം. അന്നത്തെ ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഈ 2 കാര്യങ്ങൾ. പിന്നെ ദണ്ഡമോചനം പൂർണ്ണ സ്വീകരിക്കാനായിട്ടുള്ള വേറെ വഴികളുണ്ട്, വേറെ നിർദ്ദേശങ്ങളുണ്ട്, വ്യവസ്ഥകളുണ്ട്. മാർപ്പാപ്പായുടെ നിയോഗം പ്രാർത്ഥിക്കണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദണ്ഡമോചനം പൂർണ്ണമോചനത്തിന് വേണ്ടി മാർപ്പാപ്പായി പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിലും ഡയറി കുറിപ്പിലും പറഞ്ഞിട്ടുണ്ട്, കരുണയുടെ പ്രവൃത്തികൾ ചെയ്യണം. ഇതും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ച് അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്കാണ് പരിപൂർണ പാപമോചനവും പാപങ്ങളുടെ പൊറുതിയും ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ദണ്ഡമോചനത്തിന്റെ അനുഗ്രഹം, അപ്പൊ എല്ലാ പാപങ്ങളിൽ നിന്നും മോചനവും എല്ലാ കടങ്ങളുടെ പൊറുതിയും ഒറ്റ ദിവസം തന്നെ ലഭിക്കുന്ന അനുഭവമാണ് കരുണയുടെ തിരുനാൾ. അപ്പം അത് വേണ്ട വിധത്തിൽ ചെയ്യണം. അത് ഇപ്പം ആ ദിവസം ആ കൃപ കിട്ടിയിട്ട് പിറ്റേ ദിവസം തൊട്ട് തോന്നിവാസം പോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണെങ്കിൽ അതൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ. അപ്പം അതൊരു പൂർണ്ണമായ മാനസാന്തരത്തിന്റെ അടയാളമായിട്ട് വേണം ആ കുമ്പസാരവും കുർബാന സ്വീകരണവും തിരുനാൾ ആഘോഷവും നടക്കാനായിട്ട്. അല്ലെങ്കിൽ വെറും നാടകം മാത്രമാണ്.
തിരുനാളിന് ഒരുക്കമായിട്ട് ഒരു പരിപാടി നടത്തുന്നു, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുന്നു. അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം നിൽക്കുന്ന കാര്യമായിരിക്കണമെന്നില്ല. കാരണം പിന്നെയും അതിനുശേഷം പിന്നെ നമ്മൾ പഴയ ജീവിതമാണ് തുടരുന്നതെങ്കിൽ അത് വെറും നാടകം മാത്രമേ ഉള്ളൂ. അപ്പം ഇത് നാടകത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്, ഇത് ജീവിതത്തിന്റെ ഒരു മാറ്റമാണ്, പാപത്തെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പം ഇങ്ങനെ വരുമ്പോൾ പൂർണ്ണ ദണ്ഡമോചനം എന്ന് പറയുന്നത് വിശുദ്ധരാകാൻ, വിശുദ്ധിയിലേക്ക് ജീവിക്കാൻ ഉള്ള ഒരു വലിയൊരു പ്രോത്സാഹനമാണ്, വലിയൊരു ശക്തിയുമാണ് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അറിയേണ്ട ഒരു കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണമായ മാനസാന്തരത്തിന്റെ അടയാളമായിട്ടാണ് മാറുന്നത്. ആ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്റലിജൻസിയാരും ഡോക്ട്രീനും എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ തന്നെ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ചിലപ്പോൾ ചിന്തിക്കുന്നത് ഒരു 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 പൂർണ്ണ ദണ്ഡമോചനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പാപത്തിൽ നിന്ന് മോചനം അല്ല. അത് മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ സമ്പൂർണമായ മാനസാന്തരമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണമായ മാനസാന്തരത്തിൽ അവൻ പാപത്തെ മുഴുവനുമായിട്ടും, ലഘുപാപത്തെയും മാരകപാപത്തെയും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു വ്യക്തി ദൈവത്തിന്റെ കരുണയെ ആശ്ലേഷിക്കുമ്പോഴാണ് അവന് പൂർണ്ണ പാപമോചനം കിട്ടുന്നത്. അപ്പം ഈ സമ്പൂർണമായ പാപമോചനം കിട്ടുക, പാപത്തിന്റെ ഒരു പാപത്തിൽ നിന്നല്ല, എല്ലാ സമ്പൂർണമായ പാപത്തിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു ഈ തിരുനാൾ ദിവസം പ്രഖ്യാപിക്കപ്പെടുക, അല്ലെങ്കിൽ ഈ തിരുനാൾ ദിവസത്തിലെ ആക്രമങ്ങളിലൂടെ. പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും, അതാണ് കടങ്ങളുടെ പൊറുതി എന്ന് പറയുന്നത്, കടങ്ങൾ എന്ന് പറയുന്നത്, പാപത്തിന്റെ കടത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് തന്റെ ദൈവത്തിന്റെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ. അപ്പം ദൈവകരുണയുടെ തിരുനാൾ ദിവസം ലഭിക്കുന്ന ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നതും ദണ്ഡവിമോചനവുമല്ല, ദണ്ഡവിമോചനേക്കാളും അപ്പുറത്തുള്ള ഒരു വരപ്രസാദം നമുക്ക് ഈ കരുണയുടെ തിരുനാൾ ദിവസം ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കാനായിട്ട് പല വഴികളുണ്ട്. അപ്പൊ നമുക്ക് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള മോചനം. ഇന്ന് ഇത് ലഭിക്കുന്നത്, കരുണയുടെ തിരുനാൾ ദിവസം ലഭിക്കുന്നത് മാമോദീസയുടെ വരപ്രസാദവും നമുക്ക് ലഭിക്കാം. സ്വർഗത്തിന് അവകാശിയായി മാറി, ദൈവത്തിന്റെ മാറി നമ്മൾ ഈ കർത്താവിന്റെ കരുണയുടെ വലിയ അനുഭവത്തെ നമ്മൾ അനുഭവിക്കുന്ന ദിവസമായി മാറുകയാണ് മാമോദീസായിൽ എന്ന പോലെ കരുണയുടെ തിരുനാൾ ദിവസം. അതുകൊണ്ട് ഈ കരുണയുടെ തിരുനാൾ ദിവസം ഒഴുകുന്ന ഈ വരപ്രസാദത്തെ കുറിച്ച് നമ്മൾ 699, 300 ഡയറി കുറിപ്പുകൾ വായിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് വീണ്ടും 1109 അത് പറയുന്നുണ്ട്. ഈശോയുടെ വാക്കുകളാണ്: എന്റെ കരുണയുടെ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ പൊറുതി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് കൃത്യമായിട്ട് വീണ്ടും പറയുന്ന കാര്യമാണ്. അപ്പം ഇതാണ്, എന്റെ കരുണയുടെ തിരുനാളിൽ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പൂർണ്ണമായ പൊറുതി നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു, അത് അവിടെ നിന്നും നൽകാൻ ആഗ്രഹിക്കുന്നു, നൽകിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ പൗലോസിന്റെ കാലത്ത് തന്നെ 1937 മാർച്ച് മാസം 23-ാം തീയതിയാണ് ഈസ്റ്റർ കഴിഞ്ഞു വന്ന ഞായറാഴ്ച. അന്ന് ഫൗസ്റ്റീന മരിക്കുന്നതിന്റെ തലേ വർഷമാണത്. 38 ഒക്ടോബർ മാസം 5-ാം തീയതി ഫൗസ്റ്റീന മരിക്കുകയും ചെയ്തു. ഇത് 37 മാർച്ച് 23-ന് 1937 വിശുദ്ധ ഫൗസ്റ്റീന തന്നെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. അവിടെ കാണുന്നത് അവിടെ ഒരു ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിന്റെ വലിയൊരു ദർശനം അവൾ കാണുകയാണ്. ഒരു വിഷൻ അവൾക്കുണ്ടായി. ആ വിഷനിൽ അവൾ കാണുന്നത് ദൈവകരുണയുടെ തിരുനാളിന്റെ ദിവസം അനേകം പേര് അവളുടെ മഠത്തിലെ ചാപ്പലിൽ അത് ആഘോഷിക്കുന്നു. പക്ഷെ ആഘോഷിക്കുന്നതിന്റെ ഒപ്പം ഒത്തിരി ജനം ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഇതേ ആഘോഷം വത്തിക്കാനിൽ നടക്കുന്നതായിട്ട് അവൾക്ക് ദർശനത്തിൽ അവൾ കാണുകയാണ്. 2 കണ്ണുകൾ കൊണ്ട് കൊള്ളാവുന്ന ആളുകളായിരുന്നില്ല അന്ന് അവിടെ പങ്കെടുത്തത്. അതുപോലെ ഒത്തിരി ജനമുണ്ടായിരുന്നു. എല്ലാവരും ഈ ആഘോഷത്തിൽ, ദൈവകരുണ തിരുനാളിൽ ആഘോഷിക്കുകയായിരുന്നു എന്ന് അവള് ദർശനത്തിൽ കാണുകയാണ്. പിന്നീട് ഇതൊക്കെ അനേക സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തിരുനാളുകളായി ഈ ദൈവകരുണ തിരുനാൾ മാറുന്നുണ്ട്. ഞാൻ തന്നെയും ചെന്നൈയിലൊക്കെ ആയിരുന്ന സമയത്ത് ചെന്നൈയിലെ ഏളാവൂർ ധ്യാന കേന്ദ്രം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ അവിടെ ദൈവകരുണ തിരുനാൾ ആഘോഷിക്കുകയുണ്ടായി. 2005-ലും അന്ന് തൊട്ട് എല്ലാ വർഷവും ഞാൻ പോയിരുന്ന എല്ലാ വർഷങ്ങളിലും അത് ദൈവകരുണ തിരുനാൾ ആഘോഷിക്കും. അത് അന്ന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തുകയും ആയിരക്കണക്കിന് ആളുകൾ 100, 200, 300 കിലോമീറ്റർ ദൂരത്ത് നിന്ന് തന്നെ വന്ന്
ആഘോഷിക്കുകയും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഈ ഒരു ഫൗസ്റ്റീന സ്വപ്നം കണ്ട ആ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ ആ ദർശനത്തിൻ്റെ ഒരു യാഥാർത്ഥ്യം ആകുന്നതല്ലേ അതൊക്കെ. അങ്ങനെ അനേക സ്ഥലങ്ങളിൽ, എത്രയോ സ്ഥലങ്ങളിൽ, ഇന്ത്യയിലും വിദേശത്തും അതെ, വിദേശത്തും അനേകായിരങ്ങൾ ഈ ദൈവകരുണയ്ക്ക് തിരുനാൾ ആഘോഷിക്കാനായിട്ട് വരുന്നു. അപ്പം ഇവിടെ അറിയേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ദൈവങ്ങളുടെ തിരുനാൾ ആഘോഷിക്കാൻ വേണ്ടി ആയിരങ്ങൾ ഒന്നു ചേരുന്നു. ആ കരുണയുടെ ദിവസം ഒഴുക്കപ്പെടുന്ന ദൈവത്തിന്റെ വരപ്രസാദം സ്വീകരിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കേണ്ടതുണ്ട്. ആ ഹൃദയം ഒരുക്കപ്പെടേണ്ടത്. ആ ഒരുക്കം നടക്കാതെ പോകുന്ന ഒത്തിരി പേരുണ്ടാകും. ആഘോഷത്തിൽ പങ്കെടുത്തു എന്നുകൊണ്ട് മാത്രമായില്ല, അപ്രകാരം നമ്മുടെ ഹൃദയം ഒരുക്കുക എന്നുള്ളത് ഈ വർഷമൊക്കെ വരാൻ പോകുന്ന തിരുനാളിലും നമ്മൾ ഇപ്രകാരം ഒരുങ്ങി തിരുനാൾ ആഘോഷിച്ചാൽ തീർച്ചയായിട്ടും അത് വലിയ അനുഗ്രഹങ്ങളുടെ കലവറയായി മാറുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം അതിന് പറ്റിയ വിധത്തിലൊക്കെ അത് തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമായിരിക്കാം, 2000 ആണ്ടിലെ ഏപ്രിൽ മാസം 30 തീയതിയാണ് ഫൗസ്റ്റീനയെ വിശുദ്ധയായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. അത് ഏത് ദിവസമാണെന്നറിയാമോ? ഈ ഏപ്രിൽ 30 എന്ന് പറയുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയായിരുന്നു. അന്ന് ഫൗസ്റ്റീന കൊബാൾസ്കിയെ വിശുദ്ധയായിട്ട് അന്ന് പ്രഖ്യാപിക്കുന്ന ആ ഞായറാഴ്ച അത് ഡിവൈൻ മേഴ്സിയുടെ തിരുനാൾ ദിവസം തന്നെയായിരുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് ഡിവൈൻ മേഴ്സി സൺഡേ അന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്ന് പ്രഖ്യാപിച്ചു ഇനി വരുന്ന എല്ലാ വർഷങ്ങളിലും ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ദൈവകരുണ തിരുനാളായിട്ട് തന്നെ ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കരുണയുടെ തിരുനാൾ ദിവസത്തെ വായന, അന്നത്തെ ലത്തീൻ കുർബാനയിലെ വായന, തോമാസ് ലീഹ ബിലാവിൽ കൈവയ്ക്കുന്നതും പ്രഖ്യാപിക്കുന്നതൊക്കെയാണ്. വിശ്വാസത്തിന്റെ കർത്താവിന്റെ ദൈവമേ എന്ന് പ്രഖ്യാപിക്കുന്ന രംഗം തന്നെയാണ്. ആഗോള സഭയിൽ മുഴുവനും ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം 8-ാം ദിവസം തോമാസ് ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്ന രംഗം തന്നെ. അത് ആഗോള സഭ മുഴുവനും തോമാസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണെന്ന് ധ്യാനിക്കുന്നത്. നമ്മളത് പുതുഞായറെന്ന് പറഞ്ഞ് തോമാസ് ലീഹായുടെ പ്രത്യേകമായിട്ട് തോമാസ് ലീഹായുടെ കാൽപാദം പതിഞ്ഞ മലയാറ്റൂരിന്റെ ആഘോഷമൊക്കെ ആയിട്ട് മാറ്റുന്നേ ഉള്ളൂ. ഇതൊക്കെ എന്തായിരുന്നാലും ശരി, ഒറ്റ കാര്യം നമ്മൾ ധ്യാനിച്ചാൽ മതി. ഒറ്റ കാര്യം ചിന്തിക്കേണ്ടുള്ളൂ. തോമാസ് ലീഹായുടെ പ്രഖ്യാപനം എന്ന് പറയുന്നതും അത് മഹാകാരുണ്യത്തിന്റെ കാഴ്ചയിൽ അവൻ പ്രഖ്യാപിച്ചതാണ്. അതാണ് ഈശോയുടെ കുരിശുമരണം, പീഡാസകനം, കുരിശുമരണം, ഉദ്ധാനം. ഇതിന്റെ തുടർച്ചയാണ് ഈ കരുണയുടെ തിരുനാൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കരുണയുടെ ചിത്രത്തിൽ തന്നെ ഈശോയുടെ പാടുകൾ കാണുന്നതാണ്, ഉദ്ധിതനാണെന്ന് കാണിക്കുന്നതാണ്. ഉദ്ധിതനായ ഈശോ തോമാസ് ലീഹായ്ക്ക് അന്ന് പ്രത്യക്ഷപ്പെട്ട ആ രൂപം തന്നെയാണ് കരുണയുടെ ചിത്രം എന്ന് പറയുന്നത്. അതാണ് അത് ഫൗസ്റ്റീനയുടെ കർത്താവ് ഒരിക്കൽ പറയുന്നുണ്ട്. അപ്പം ആ ഉദ്ധിതനായ ഈശോ 8-ാം ദിവസം തോമാസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട നീ വന്ന് എന്റെ ആണിപ്പാടുകൾ കാണുക, ആ ആണിപ്പാടുകളാണ് കരുണയുടെ ചിത്രത്തിലും കാണുന്നത്. അപ്പം ആ ചിത്രം അതുകൊണ്ട് നമ്മളിത് കരുണയുടെ തിരുനാളായിട്ട് തന്നെ ആഘോഷിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കാരണം അതാണ് സഭ ആഗ്രഹിക്കുന്നത്, മാർപ്പാപ്പായുടെ തിരുവഴുത്തിലുള്ളത്, അതുപോലെ തന്നെ കരുണയുടെ വെളിപ്പെടുത്തലുകളിലുള്ളത്. അതാണ് സഭയുടെ മൈൻഡും. പക്ഷെ നമ്മളത് പൂർണ്ണമായിട്ടൊക്കെ സ്വീകരിക്കാനായിട്ട് നമ്മളിൽ പലർക്കും പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ പലപ്പോഴും പാരമ്പര്യങ്ങളും അല്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മൾ അനുഷ്ഠിച്ചു വരുന്ന ചില കാര്യങ്ങളൊന്നും ഈ ദൈവത്തിന്റെ കരുണയെ അനുഭവിക്കാൻ തടസ്സമായി നിൽക്കരുത് എന്ന് നാം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയുമാണ്. അപ്പം ഈ കരുണയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലനറി ഇന്റലിജൻസ് പൂർണ്ണദണ്ഡമോചനം മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത് 2002 2002 ജൂണിലാണ് ഈ പൂർണ്ണദണ്ഡമോചനം പ്രഖ്യാപിക്കുന്നത്. പൂർണ്ണദണ്ഡമോചനം എല്ലാ കത്തോലിക്കർക്കുമാണ്. കത്തോലിക്കർക്കാണല്ലോ പൂർണ്ണദണ്ഡമോചനം സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് ആ ദിവസം കരുണയുടെ തിരുനാൾ ദിവസം പോകുന്നവർക്ക് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കുകയും ദൈവകരുണയെ മഹത്വപ്പെടുത്തുകയും ദൈവകരുണയുടെ ചിത്രത്തെ വണങ്ങുകയൊക്കെ ചെയ്യുന്നവർക്ക് കുംസാരിച്ചു കുർബാനയൊക്കെ അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അന്ന് പ്രത്യേകമായിട്ട് പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം നമുക്കറിയാം പൂർണ്ണദണ്ഡമോചനത്തിനുള്ള ചില പൊതു മാനദണ്ഡങ്ങളുണ്ട്. 1 കുമ്പസാരിച്ചിരിക്കണം, 2 കുർബാന സ്വീകരിച്ചിരിക്കണം, 3 മാർപ്പാപ്പായുടെ നിയോഗാർത്ഥം പ്രാർത്ഥിച്ചിരിക്കണം. ഈ 3 കാര്യങ്ങൾ എല്ലാ പൂർണ്ണദണ്ഡമോചനം ആവശ്യമാണ്. ഭാഗ്യദണ്ഡമോചനം ആവശ്യമില്ല. പൂർണ്ണദണ്ഡമോചനം ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ഇനി വേറെ ചില കണ്ടീഷൻസ്, വ്യവസ്ഥകൾ ചില ദണ്ഡമോചനത്തോട് മാർപ്പാപ്പ കൂട്ടിച്ചേർന്നു. അത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും
അതിന് പൂർണ്ണമായിട്ടുള്ള ആനുകൂല്യങ്ങളെല്ലാം കൊടുക്കുന്നത് മാർപ്പാപ്പ തന്നെയാണ്, വേറെ ആരുമല്ല. വേറെ ആർക്കും ദണ്ഡമോചനം പ്രഖ്യാപിക്കാൻ സാധിക്കില്ല. ഈ ദൈവകരുണയുടെ തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള ആ പൂർണ്ണദണ്ഡമോചനം 2002 പ്രഖ്യാപിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞ ചില കണ്ടീഷൻസ് കൂടെ ഞാൻ സൂചിപ്പിക്കാം. അത് ഇന്നും നമുക്ക് ബാധകമായതുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മാർപ്പാപ്പായിട്ട് നിയോഗം പ്രാർത്ഥിക്കുക, കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഈ കാര്യങ്ങളിൽ മാറ്റമില്ല, അത് വേണം. പിന്നെ അന്ന് ചെയ്യേണ്ട കാര്യം ആയിട്ട് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ദൈവകരുണയുടെ ഏതെങ്കിലും പ്രാർത്ഥനകൾ കൂടെ അന്ന് ചൊല്ലണം. ഓർ റിസിറ്റേഷൻ, അല്ലെങ്കിൽ ഒരു സ്വർഗസ്നായ പിതാവേയും വിശ്വാസ പ്രമാണവും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ച സ്ഥലത്തോ അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിലോ ചൊല്ലി കരുണയുള്ള കർത്താവ് നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലണം എന്നാണ് മാർപ്പാപ്പ അന്ന് പ്രഖ്യാപിച്ചത്. അതിനോട് ആഡ് ചെയ്യപ്പെട്ട ഒരു കാര്യം ഇതാണ്, കരുണയുടെ ചിത്രത്തെ വണങ്ങണം എന്നുകൂടെയുണ്ട്. എന്നിട്ട് ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, അതാണ് ആഡ് ചെയ്യപ്പെട്ട പ്രത്യേകമായ ഒരു കാര്യം. യേശുവേ ഞാനെങ്കിൽ ശരണപ്പെടുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇനി ഇതൊന്നും അസാധ്യമായ സമയത്ത്, ഇപ്പോൾ ഒരാൾക്ക് കരുണയുടെ ചിത്രത്തെ വണങ്ങാൻ പറ്റിയല്ല, പരിശുദ്ധ മുമ്പിൽ നിൽക്കാൻ പറ്റിയല്ല, ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റിയല്ല എന്നുള്ള സന്ദർഭങ്ങളിൽ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം എന്നുകൂടെ കൂടെയാണ്. ഈ പൂർണ്ണദണ്ഡമോചനം ലഭിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും അടുത്ത സൗകര്യം കിട്ടുമ്പോൾ നിറവേറ്റിക്കൊള്ളാമെന്ന ഒരു ഉറപ്പ്, ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഇപ്രകാരം ആഘോഷിക്കുന്നവര് പൂർണ്ണദണ്ഡമോചനം സ്വീകരിച്ചുകൊണ്ട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നവരോട് അവരോട് ഐക്യപ്പെട്ടുകൊണ്ടും നമ്മുടെ വേദനകളും രോഗങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ടും സമർപ്പിച്ചുകൊണ്ട് ഈ ആഘോഷത്തിൽ പങ്കെടുക്കണം. ഇപ്പം കൊറോണയാണ്, പള്ളിയിൽ പോകാൻ പറ്റില്ല, എന്നെ ചെയ്യണം? ആഘോഷിക്കുന്ന സ്ഥലങ്ങളിലുള്ള ആളുകളുമായിട്ട് അവരുടെ ആഘോഷവുമായിട്ട് നമ്മൾ യുണൈറ്റ് ചെയ്യണം, അവരുമായിട്ട് ഐക്യപ്പെടണം. എന്നിട്ടോ നമ്മുടെ സഹനങ്ങൾ കർത്താവിന് സമർപ്പിക്കണം. എന്നിട്ട് കർത്താവിന് ഈ പാപത്തിൽ നിന്നെല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ടും അതിനെല്ലാം നീക്കിക്കൊണ്ടും ഇനി ഏറ്റവും അടുത്ത് എന്നാണോ ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അന്ന് ഞാനത് പൂർത്തിയാക്കിക്കൊള്ളാമെന്നുള്ള ഉറപ്പ് ചെയ്തുകൊണ്ട് ഈ അന്നത്തെ ദിവസം പ്രാർത്ഥിച്ചാൽ അവർക്കും പൂർണ്ണദണ്ഡമോചനം ലഭ്യമാകും എന്ന് പറയുക. അപ്പം ഈ പറഞ്ഞു വന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കരുണയുടെ തിരുനാൾ ദിവസം ഒഴുകുന്ന അസാധാരണമായ കൃപകളാണ്. അപ്പം ആ അസാധാരണ കൃപയെ കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. 699 1109 300 ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അന്ന് അസാധാരണ കൃപയാണ് ദൈവം ഒഴുകുന്നത് എന്നുള്ളത് അതാണ് നമ്മൾ ഈ കരുണയുടെ തിരുനാൾ ദിവസം അനുഭവിക്കേണ്ടതും നേടിയെടുക്കേണ്ടത്. എക്സ്ട്രാ ഓർഡിനറി ഗ്രേസസ് ഓൺ ദ ഫീസ്റ്റ് ഓഫ് ഡിവൈൻ മേഴ്സി അത് നമ്മൾ നേടിയെടുക്കണം. സാധാരണ ഒരു പൂർണ്ണദണ്ഡമോചനത്തിൽ മാത്രം നേടിയെടുക്കേണ്ടതല്ല, അതിൽ മാത്രം നേടിയെടുക്കുന്ന ഒന്നല്ല. പിന്നെയോ അസാധാരണമായ വരപ്രസാദം നമ്മൾ അന്ന് നേടിയെടുക്കാൻ ആ കരുണയിലേക്ക് ഒഴുകാം. അതിന്റെ ലക്ഷണങ്ങളൊത്ത രീതിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അങ്ങ് ആഘോഷിക്കുന്നത് നല്ലതാണ്. ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ കരുണയുടെ തിരുനാളിലൂടെ ലഭിക്കുന്ന വരപ്രസാദവും കൃപാവരങ്ങളും ഒക്കെ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പം ഇതിനോട് ചേർന്ന് നമ്മൾ ചെയ്യാനായിട്ട് കർത്താവ് തന്നെ ആവശ്യപ്പെട്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു, എങ്കിലും അതുകൂടെ ഒന്ന് പറയാം. അത് ഡയറിയിൽ 742 742 പറയുന്നത് ഈ കരുണയുടെ തിരുനാളിനോട് ചേർന്ന് കരുണയുടെ പ്രവൃത്തികളും ഉണ്ടാകണം എന്നുള്ളത് നമ്മൾ വായിച്ചു കഴിഞ്ഞതാണ്. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ തിരുനാളാണ്. അന്ന് കരുണയുടെ പ്രവൃത്തികളും ഉണ്ടായിരിക്കും. ഇതാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. അപ്പം ആ കരുണ പ്രവൃത്തികൾ നമ്മൾ ചെയ്യാൻ അന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ വരുന്ന വർഷങ്ങളിലെയും ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കാനും നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ കർത്താവേ, അങ്ങയുടെ കരുണയുടെ തിരുനാൾ ആഘോഷിക്കണമെന്ന് അവിടെ തന്നെ ആഗ്രഹിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തുവല്ലോ. ബലഹീനഭാവികളായ ഞങ്ങൾക്ക് കൃപ നൽകി ഇതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് ഈ കരുണയുടെ തിരുനാളിനെ വേണ്ട വിധത്തിൽ ആഘോഷിക്കാൻ
ആ ആഘോഷങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത് കൃപ സ്വീകരിക്കാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. രോഗികളായി ഭവനങ്ങളിൽ കഴിയുന്നവർ, പല വിധത്തിലുള്ള പകർച്ചവ്യാധികളാൽ ദേവാലയങ്ങളിലൊക്കെ പോകാൻ പറ്റാതിരിക്കുന്നവർ, ലോകമാസകലമുള്ള എല്ലാവർക്കും അവിടുന്ന് കൃപ വർഷിച്ച് അങ്ങയോട് ഐക്യപ്പെട്ട് അങ്ങയുടെ കരുണയുടെ ഉറവിടത്തിൽ നിന്നൊഴുകുന്ന കാരുണ്യത്തിൻ്റെ മഹാ ഒഴുക്കിൽ അവരെ അനുഗ്രഹീതരാകാൻ ഇടവരുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.